നമസ്കാരം. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഈ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒന്നാം തേര് ദിവസത്തിൽ തേര് വലിച്ച ശേഷം പാലക്കാട് സ്ഥാനാർത്ഥികൾ രാഹുൽ മാങ്കൂട്ടത്തിനും സരിനും പ്രസാദം സ്വീകരിക്കുന്ന ഫോട്ടോയാണ്. ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ ഈ ഫോട്ടോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നോട്ടം, സരിനെ നോക്കുന്ന നോട്ടമുണ്ട്. ഇപ്പോൾ വൈറലായ ഫോട്ടോയാണ്. മാതൃഭൂമി ഫോട്ടോഗ്രാഫർ പി രതീഷ് എടുത്ത ഫോട്ടോയാണ്. ഈ തീപാറുന്ന കണ്ണുകളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സരിനെ നോക്കുന്നത്. ഒരു പാത്രത്തിൽ ഉണ്ട്. നമ്മൾ പിന്നെ ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ഒരു വായിൽ കിടന്നുറങ്ങി കോൺഗ്രസ്സിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും പിന്നെ ഇപ്പോൾ പോസ്റ്റർ ഇല്ല, സോഷ്യൽ മീഡിയയിൽ കൂടി മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. ആ കലിപ്പ് രാഹുലിന് ഇതുവരെ സരിനോട് തീരുന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടിയ ആളാണ്. കൈപ്പത്തി വെട്ടിമാറ്റിയിട്ട് അരിവാൾ ചുറ്റിക പിടിക്കുന്ന ആൾ. ആ കലിപ്പ് തീരുന്നില്ല. ആ കലിപ്പെന്ന് പറയുമ്പോൾ അത് രാഹുലിൻ്റെ മാത്രമല്ല കലിപ്പ് തീരാത്തത്. പൊതുസമൂഹത്തിൽ ആർക്കും അദ്ദേഹത്തിനോടുള്ള ഒരു കലിപ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ഒരു കോമാളിയായി മാറിയ ഒരു മനുഷ്യൻ. ശരിക്കും അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർക്കൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഡോക്ടർ എന്നുള്ളൊരു പൊസിഷൻ, അതിനോടൊപ്പം തന്നെ സിവിൽ സർവൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ വേണ്ട, ഉപേക്ഷിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കും. അതിപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിലാണെങ്കിലും, ഇപ്പോൾ CPM പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്നിരുന്നെങ്കിലും അല്ലെങ്കിൽ BJPക്ക് ഒപ്പം നിന്നായിരുന്നാലും ആ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പൊതുസമൂഹം കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കും, രാഷ്ട്രീയത്തിനപ്പുറം. പക്ഷെ ഇത് സ്വയം ഒരു ഉളിപ്പില്ലായ്മയുടെ നിന്റെ പേരോ സരിൻ എന്നുള്ള രീതിയിൽ സത്യം ഒരു പൊതുസമൂഹം ചോദിക്കേണ്ടത്. അതിപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ കൂടുമാറ്റങ്ങൾ കോമൺ ആണ്, നമുക്കറിയാം അല്ലേ. രാഷ്ട്രീയം എന്ന് പറയുമ്പം സ്ഥായി ഒന്നും അല്ല ഒരാളും. അതാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഭൂമിക മാറിക്കൊണ്ടിരിക്കുന്നു. അത് പക്ഷെ അതിനൊരു എന്താ പറയുക, എല്ലാത്തിനും കുറച്ചൊരു ഉളുപ്പൊക്കെ വേണ്ടേ. ഒരൊറ്റ രാത്രി കൊണ്ട്, അതായത് അദ്ദേഹം സൈബർ വിങ്ങിൻ്റെ ഹെഡായിട്ട് നിൽക്കുമ്പോൾ അന്നേരം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നമ്മുടെ AK ആന്റണിയുടെ മകനുണ്ടല്ലോ അനിൽ ആന്റണിയും അതുപോലെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിന്നിട്ട് ഏറ്റവും കൂടുതൽ CPM എന്നുള്ള പാർട്ടിയെ കടന്നാക്രമിച്ചിട്ടുള്ളതാണ് സരിൻ അല്ലേ. സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഏറ്റവും ഭയങ്കര രീതിയിൽ. അദ്ദേഹത്തിന് ഛർദ്ദിച്ച് കളഞ്ഞതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് പാൽപ്പായസമായിട്ട് എടുത്ത് കഴിക്കണ അവിടെ കണ്ടല്ലോ. പക്ഷേ ഈ ഒരു രാഷ്ട്രീയം വളരെ മ്ലേച്ഛമായി പോയെന്ന് ഞാൻ പറയും, സ്ഥാനത്തിന് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപാറ് നോക്കുള്ള സമൂഹത്തിന് ഇയാൾ എന്താ എന്നുള്ള കാണിക്കുന്ന കോമാളിത്തരങ്ങളാണെങ്കിലോ അതേപോലെ. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സരിനൊക്കെ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് വ്യക്തമായിട്ടുള്ള അജണ്ടയാണ്. ജനങ്ങളെ സേവിക്കാനൊന്നുമല്ല, സ്വന്തം ആ പൊസിഷൻ എപ്പോഴും ഒന്ന് സേഫാക്കി വെക്കാൻ വേണ്ടി രാഷ്ട്രീയമാണ് ഏറ്റവും പറ്റിയ ഇടം തോന്നി. നമ്മുടെ തിരുത തോമാനൊക്കെ പോലെ അവസരവാദം, അത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അവിടെ കോൺഗ്രസ് ശ്രദ്ധിക്കണമായിരുന്നു. കോൺഗ്രസ്സിന് പറ്റിയ ഏറ്റവും വലിയൊരു പണി തന്നെയാണ് ഇയാളെ പിടിച്ചിട്ട് നൂലിൽ കെട്ടി ഇറക്കിയിട്ട് ഒരു പൊസിഷൻ അങ്ങ് കൊടുത്തു അല്ലേ. സോഷ്യൽ മീഡിയയുടെ ആയിട്ട് മാത്രമല്ല യൂത്ത് അയക്കണം എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. രണ്ട് വട്ടം തെരഞ്ഞെടുപ്പ് കൊടുത്തല്ലോ. അല്ല, ആദ്യത്തെ പ്രാവശ്യം തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമല്ല. പാലക്കാട് അദ്ദേഹം പ്രതീക്ഷിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ വിഴിപ്പല്ലക്കലൊക്കെ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു സരിൻ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്? അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയായിട്ട് നിന്ന് പ്രവർത്തിച്ചോ, എന്തെങ്കിലും ചെയ്തോ? ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സരിനൊക്കെ മുഖ്യധാരാ മാധ്യമം അല്ല ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായ CA വിരുദ്ധ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞൊരു നോട്ടീസ്, അതായത് CA പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്ന പ്രക്ഷോഭമല്ല, CA ബില്ലിനെ പിന്തുണയ്ക്കുന്നവരെ ഞങ്ങൾ പഠനയ്ക്ക് പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞൊരു ബോർഡ് നാട്ടിക്കഴിഞ്ഞപ്പം കേരളം ആയതുകൊണ്ട് കേരള പൊതുസമൂഹം അത്തരക്കാർക്ക് ഭയങ്കര വലിയൊരു ഹീറോ ഇത് കൊടുക്കും. അങ്ങനെ ഹീറോ ആക്കി മാറ്റിയതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ ഫേസ്ബുക്ക് പേജ്, അതിനുശേഷം അവിടെ ഫേസ്ബുക്ക് പേജിൻ്റെ ഇതൊക്കെ നോക്കാൻ പറയാം, 2018 ശേഷമാണ് സൗമ്യ സരിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ തുടങ്ങിയത്. അപ്പോൾ അവരെ വൈറലാക്കി വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആക്കി നിർത്തിയതും ഈ കോൺഗ്രസ് ആൾക്കാർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഭർത്താവിനെ ഒരു യൂത്ത് ഐക്കൺ എന്നുള്ള രീതിയിൽ സിവിൽ സർവൻ്റ്, അതായത് സിവിൽ സർവീസ് ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പൊക്കി കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹം ആ പാർട്ടിയിൽ നിന്നിട്ട് അപ്പോൾ തന്നെ കുത്തിത്തിരിപ്പും അഡ്വക്കേറ്റ് വീണയൊക്കെ പിന്നീട് ഫേസ്ബുക്ക് വഴിയൊക്കെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോൺഗ്രസ് ശ്രദ്ധിക്കണമായിരുന്നു. ശരിക്കും ആലോചിച്ച് നോക്കണം, ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അതിലെ സാധാരണ അണികൾ അവരാണ് ഈ പോസ്റ്റർ ഒട്ടിക്കണം. സാധാരണ നമ്മളവരെ പുച്ഛമാണ് അല്ലേ നേതാക്കന്മാർക്ക്, പക്ഷെ അണികളുണ്ടല്ലേ നേതാവുള്ളൂ. ശരിക്കും അവരാണ് പോസ്റ്റർ ഒട്ടിക്കാനും ഇതൊക്കെ
കാരണം കൂലിവേല ചെയ്തിട്ട് രാത്രി വന്നിട്ട് കുടുംബത്തിലെ കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഒന്നും നോക്കില്ല. അടികൊള്ളാനും അവരാണ്, അണികളാണ്. സാധാരണ പോലീസിൻ്റെ സമരത്തിനൊക്കെ മുന്നിൽ നിന്ന് അണികൊള്ളാനും അവർ നിൽക്കും. അപ്പം പോസ്റ്റർ ഒട്ടിച്ച് ഇവരെയൊക്കെ ഹീറോ ആക്കി വലിയ രാഷ്ട്രീയ നേതാക്കന്മാരായി കഴിയുമ്പോൾ ഇവർ സീറ്റ് സ്ഥാനമോഹം ഇതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് ചാടുന്നു ഇപ്പുറത്ത് ചാടുന്നു. അതുവരെ തന്നെ BJP ആണെങ്കിൽ പാലക്കാട് ആയതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യറിൻ്റെ കാര്യം നമുക്ക് എടുക്കാം അല്ലേ. സന്ദീപ് ഇതുവരെ ഒരു പരസ്യ പ്രസ്താവന നടത്തി എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ തീർച്ചയായും സന്ദീപ് വാര്യറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങോട്ടേക്കാണ് പോകണമെന്ന് നമുക്കറിയാം, വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അതും ഇലക്ഷൻ വരെ അദ്ദേഹത്തിനും കാത്തു നിൽക്കാമായിരുന്നില്ലേ? അപ്പോൾ അല്ല, ഇലക്ഷൻ വരെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ ആര് കേൾക്കും? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഡിമാൻഡുകൾ വെക്കാൻ പറ്റുന്ന പക്ഷെ അതൊരു രാഷ്ട്രീയത്തിൽ തുരങ്കം വെപ്പാണ് അത്. കാരണം പ്രത്യേകിച്ചും ആ ഒരു ഓക്കെ എനിക്കൊരു കാര്യം നേടിയെടുക്കണം, എന്നെ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഞാൻ ആ ഒരു അവസരം വിനിയോഗിക്കുന്നു എന്ന് പറയുമ്പം അത് ആ സ്ഥാനാർത്ഥിക്കെതിരെയാണ് വരുന്നത്, സ്വന്തം പ്രസ്ഥാനത്തിനെതിരെയല്ല. എന്ത് അദ്ദേഹം അവിടുത്തെ കൃഷ്ണകുമാർ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, അതിൽ കാര്യങ്ങളുണ്ടാവും. അദ്ദേഹം സ്വന്തം വിഷമങ്ങളായിരിക്കാം പറഞ്ഞത്. പക്ഷെ ഒരു സമയമുണ്ട്. അപ്പോൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് ഇതാണ് സമയം. മേ ബി പക്ഷെ ആ ഒരു സമയം ഒരു കുലംകുത്തി ഒരു ഇതിലേക്ക് പോയി എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. കാരണം അദ്ദേഹത്തിന് ഇത്രയും ഫാൻ ബേസ് ഉള്ളൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു RSS ഒക്കെ അദ്ദേഹത്തിന് നല്ല പൊസിഷനിലൊക്കെ കൊണ്ടുപോകുന്നത്. ആരോടെങ്കിലും പറഞ്ഞിട്ട് ഈ വിഷയങ്ങളൊക്കെ പിന്നീട് ഒരു മാധ്യമ ചർച്ച വെച്ച് കഴിഞ്ഞാൽ പോലും ഫേസ്ബുക്ക് ഏറ്റെടുത്തന്നെ, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തന്നെ. കാരണം അവരൊക്കെ സോഷ്യൽ മീഡിയ വഴി അത്രയും സ്റ്റാറായ ആൾക്കാരാണ്. പക്ഷെ സരിൻ്റെ വിഷയം വേറെയാണ്. സന്ദീപ് വാര്യരുടെ നമുക്ക് ഒരിക്കലും മിക്സപ്പ് ചെയ്യാൻ പറ്റില്ല. സരിൻ ഒറ്റൊരു രാത്രി കൊണ്ട് എന്താ പറയുക, ഒരു സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം മാറി. ഒപ്പം തന്നെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം സരനൊക്കെ എന്ന് പറയുമ്പം സ്വയം ഒരു കോമാളിയായിട്ട് സമൂഹത്തിന് മുന്നിൽ നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം 8 നിലയിൽ പൊട്ടാൻ പോകുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ സരനായിരിക്കും. പിന്നെ ആര് വന്നു കഴിഞ്ഞാലും വാതിൽ തുറന്നു വെച്ച് കാത്തിരിക്കുന്ന ഒരു സംഘടനയായി മാറി അല്ലേ, അപഹാസ്യമുള്ളൊരു സംഘടനയായിട്ട് മാറുവാണ് ഇപ്പം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം. പണ്ട് അതിനൊരു മെറിറ്റെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ വരെ എന്താ പറയുക, ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള പദങ്ങൾ വിളിച്ചവൻ നാളെ അല്ല, അവിടെ സ്വാഭാവികമായിട്ട് അവിടെ ഏത് സ്ഥാനാർത്ഥി വന്നാലും UDF-ഉം BJP-യും തമ്മിലാണ്. തോന്നുന്നുണ്ട് പാലക്കാട്ട് ആൾക്കാർ അത്രയും മണ്ടരാണെന്ന്. അവരാണെങ്കിലും പാലക്കാട്ട് ആൾക്കാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അവിടെ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇപ്പം 2 ഇതായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധ്യത രാഹുൽ മാക്കൂട്ടത്തിൽ തന്നെയായിരിക്കും എങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഒരു പക്ഷേ സന്ദീപ് വാര്യർ ഇങ്ങനെ ഒരു കുലംകുത്തി ഇത് കാണിച്ചത് കൊണ്ട് ഒരു പക്ഷേ BJP-യിൽ തന്നെയുള്ള ആൾക്കാരും കൃഷ്ണകുമാറിനൊപ്പം നിൽക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏത് പ്രത്യയശാസ്ത്രത്തിന് അപ്പുറം ആ ഒരു എന്താ പറയുക, രാഷ്ട്രീയത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യർ കുറേ പേരുണ്ടാവും, അതിനുവേണ്ടി പണിയെടുക്കുന്ന അനുയായികൾ. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കുലംകുത്തി പരിപാടി ചെയ്തത് കണ്ട് എതിരായിട്ട് കാണിക്കാനുള്ള ആൾക്ക് ഒരു മെറിറ്റില്ലാത്ത ആളാണ് CPM സ്ഥാനാർത്ഥി നിൽക്കുന്ന സരിൻ. പിന്നെ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് മറിച്ച് കുത്തേണ്ട ആവശ്യമില്ല BJP-യിലുള്ള ആൾക്കാർക്ക്. അപ്പം അറിയില്ല, നമുക്ക് തിരഞ്ഞെടുപ്പ് വരാം. പക്ഷേ സരനായിരിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചാലും കൃഷ്ണകുമാർ ജയിച്ചാലും 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരനായിരിക്കും. ഈ സരൻ തന്നെ അതോടുകൂടി ഈ പാർട്ടി തന്നെ അടിച്ചു പുറത്താക്കും. ആത്മകഥയിലൊക്കെ വന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ അതൊക്കെ സരൻ തോറ്റു കഴിയുമ്പോൾ പിന്നെ അവിടെ പ്രസക്തി ഇല്ലല്ലോ, ഒരു സ്ഥാനാർത്ഥി വേണം. പക്ഷേ അപ്പോഴും വേണമെങ്കിൽ ഇനി UDF എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് മാപ്പ് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിടിച്ച് കയറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ രാഷ്ട്രീയം നമുക്കറിയാം, കേരളം ഇത് ശരിക്കും ഇവരെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും പൊതുജനത്തിനെ കഴുതയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഏത് രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാലും എന്താണ്, ഇന്നലെ ഇവിടെ തെറി വിളിച്ചവൻ നാളെ രാജാവ്, ആ രീതിയിലല്ലേ. ജനാധിപത്യത്തിനെതിരെ എല്ലാവരും എന്താ പറയുക, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വലിയ മൂല്യമുള്ള ഒരു സംഭവത്തിനെ കളിയാക്കണ ഒരു കൊഞ്ഞനം കുത്തലാണ് ഇതൊക്കെ. ഈ കൂടുമാറ്റവും ഈ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ കൂടെ നിന്നവനെ പിറ്റേ ദിവസമാകുമ്പോൾ തള്ളി പറയുന്നു, അതൊക്കെ വളരെ ഒരു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വെളിവുള്ള ഒരുപാട് മനുഷ്യരുണ്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവർ, അതായത് ഒരു രാഷ്ട്രീയ അടിമയല്ലാതെ എവിടെയാണ് നല്ലത്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര ചീറ്റാണ്. ഒരു രാഷ്ട്രീയവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പൊളിറ്റിക്സ് ഇസ് എ ഡർട്ടി ഗെയിം, സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് ഡെഫിനിഷൻ. അത് അത്യാവശ്യം തരികിടയും പരിപാടിയും ഒക്കെ ഉള്ളവരെ ഉയർന്നു വരും. അണികൾ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ജീവിതം കളയണ മനുഷ്യരെ കുറിച്ചാണ് സത്യം. ജീവനും സ്വത്തും എന്ത് മെറിറ്റാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ സന്ദീപ് വാര്യർ തന്നെ ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർ എത്രയോ സ്വയം സേവകന്മാർ ശരിക്കും ജീവൻ കൊടുത്ത് ഉള്ളൊരു പ്രസ്ഥാനമാണ്. ഇനി അതുപോലെ തന്നെ സരൻ ഒരൊറ്റ രാത്രി കൊണ്ട് അപ്പുറത്തേക്ക് ചാടി. കൃപേഷ്, ശരത്ലാൽ ഇവരെയൊക്കെ ബ്രൂട്ടലായിട്ട് പോകുന്നത് മറന്നുകൊണ്ടാണ്, ഷുക്കൂറിനെയൊക്കെ അല്ല ഇടതുപക്ഷം. അപ്പം അങ്ങനെയൊക്കെ മാറുന്ന ആൾക്കാർക്ക് എന്ത് മെറിറ്റാണ്, അപ്പോൾ ആ രാഷ്ട്രീയത്തിന് എന്ത് മെറിറ്റാണ്. സരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് എനിക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തുറന്നു പറഞ്ഞു. അപ്പോൾ അതായത് സ്ഥാനമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്ഥാനം കൊടുക്കുന്നു അവരെ കൂടെ നിൽക്കും. അപ്പോൾ അതൊക്കെ ഒരു നമ്മളെന്താ പറയണത്, അതൊക്കെ ഒരു ജനപ്രതിനിധി ആവാൻ ജനനായകനാവാൻ യാതൊരു യോഗ്യതയില്ലാത്ത സ്വന്തം പോക്കറ്റ് അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കണ രാഷ്ട്രീയം. അപ്പം ജനങ്ങൾ ഇത്തരക്കാരെ പൊതുജനം ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയുക,
നമ്മൾ പുറംകാല് കൊണ്ട് തൊഴിക്കുക, അതിനപ്പുറം വേറൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഈ ചൂണ്ടുവിരൽ ഇതുകൊണ്ട് നമ്മൾ അധികാരം കാണിക്കുക എന്നുള്ളത്. റൈറ്റായിട്ട് നിങ്ങൾക്ക് കൂടെ ആര് നിൽക്കുന്നു തോന്നുന്നു അവരെ പിന്തുണയ്ക്കുക. ഇങ്ങനെ കുലംകുത്തികളെ ഒന്നും ഏത് പാർട്ടിയാണെങ്കിലും പിന്തുണയ്ക്കാനേ നിൽക്കരുത്. അല്ലെ, പാർട്ടി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൊതുജനങ്ങൾ. കാരണം ഇങ്ങനെ സ്ഥാനം മോഹിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ചാടുന്നവർക്കൊന്നും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അത് അവിടെ ഒരു മെറിറ്റായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു സീറ്റ് കിട്ടില്ല, ഞാൻ ഒരിടത്ത് തോറ്റു. അവിടെ തോറ്റു എന്ന് കരുതി ആ ഒരു മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ജയിക്കും. തൃശ്ശൂർ ഉദാഹരണമാണ്. സുരേഷ് ഗോപി തീർച്ചയായും. അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ അതെ, ഒരു കോൺഗ്രസിന്റെ അദ്ദേഹം അതെ പറയണം. തീർച്ചയായും മഹേഷ് ഗോപി തോറ്റുപോയി. മഹേഷ് പക്ഷേ 5 വർഷം ആ മണ്ഡലം കേന്ദ്രീകരിച്ചു. അതാണ് മഹേഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. മഹേഷ് ഈ ഇലക്ഷൻ വോട്ടെണ്ണി കഴിഞ്ഞിട്ട് അദ്ദേഹം വലിയ നേതാവാണ്. അവിടുത്തെ ഈ കോളേജിലെ പിന്നെ യൂത്തിൻ്റെ വലിയ ഐക്കണായിരുന്നു, യൂത്ത് ഐക്കണായിരുന്നു CR മഹേഷ് എന്ന് പറയുന്ന നേതാവ്, KSUവിൻ്റെയൊക്കെ. ഇദ്ദേഹം ഈ തോറ്റ് കഴിഞ്ഞിട്ട് ഒരു കല്യാണ വീട്ടിൽ, നമുക്ക് അതും കൂടെ പറഞ്ഞ അവസാനം കല്യാണ വീട്ടിൽ ചെല്ലുന്നു. കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കഴിക്കുകയാണ്. ആഹാരം കഴിക്കുമ്പോൾ അപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീ, അവരിങ്ങനെ ചോറ് വാരി കഴിക്കുന്നെങ്കിൽ അവരെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഇയാൾ തോറ്റതിൻ്റെ വിഷമം അയാൾക്ക് ഇങ്ങനെ അവർക്കുണ്ടാകുന്നു. അന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കണം. കാരണം ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് തിരിച്ചറിയാൻ ജനത്തിൻ്റെ മനസ്സിലാണ് ഒരു രാഷ്ട്രീയക്കാരൻ ഇടം നേടേണ്ടത്. സാമൂഹ്യ പ്രതിബദ്ധത ജനങ്ങൾക്ക്, അതാണ് ജനനായകന് വേണ്ടത്. അതാണ് അത് പറഞ്ഞ പോലെ മഹേഷ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 2 പേര് നമുക്ക് മുന്നിൽ ഇങ്ങനെ ഉണ്ട്. മഹേഷ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഇതായിട്ടുള്ള ആളും, അതേപോലെ സരനൊക്കെ മഹേഷിനെ കണ്ടുപിടിക്കണം. പക്ഷേ സരൻ്റെ അത് വേറെ ജെൻസ് എന്ന് വെച്ചാൽ നമുക്ക് പറയില്ലേ, ഉളുപ്പില്ലായ്മ. എനിക്ക് തോന്നുന്നു ഓന്തും ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ നാണിക്കും പുള്ളിയുടെ മുന്നിൽ, എനിക്ക് തോന്നുന്നത്.